ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ ദൈവിക ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 25-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യഹോവഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരു സങ്കീർത്തന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. 25-ാം സങ്കീർത്തനം ദാവീദിൻ്റെ തൂലികയാൽ രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 25-ാം സങ്കീർത്തനം. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ 4, ഹല്ലേലൂയ, 8, 12, ഹല്ലേലൂയ തുടങ്ങിയ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ വഴിയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. പല സ്ഥലങ്ങളിലും ഈ സങ്കീർത്തനങ്ങളിൽ ഹല്ലേലൂയ വഴിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് ഹല്ലേലൂയ അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴിയുണ്ട്. ഹല്ലേലൂയ. ആ വഴിയിലൂടെ നാം സഞ്ചരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് വളരെ അനുഗ്രഹമായി പര്യവസാനിക്കുവാനിടയായിത്തീരും. ഇവിടെ ദാവീദ് പറയുകയാണ്: യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഈ ലോകത്തിൻ്റെ വഴിയിലേക്ക് ചായുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ യഹോവേ, നിന്റെ വഴി ഏത് ആണ് എന്ന് എന്നെ അറിയിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഹല്ലേലൂയ ഈ ലോകത്തിൽ 2 വഴി തിരഞ്ഞെടുക്കാം. ഒന്ന് ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ വഴിയും, ഹല്ലേലൂയ അതുപോലെ ദൈവം നമ്മെ നയിക്കുന്ന വഴിയും. ഹല്ലേലൂയ. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന് ഹല്ലേലൂയ നാം ആണ് തീരുമാനിക്കേണ്ടത്. ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നത് എന്ന് നാം തീരുമാനിക്കേണ്ടതാണ്. എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. യഹോവയുടെ വഴിയാണ് നീ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ, ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് നീ സഞ്ചരിക്കുന്നത് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും പട്ടിണിയും ഹല്ലേലൂയ വേദനകളും നിരാശകളും തള്ളിപ്പറച്ചിലും ഹല്ലേലൂയ ഒക്കെയും നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അതിൽ നിന്നൊക്കെയും നിന്നെ വിടുവിച്ച് ഹല്ലേലൂയ നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തില്, നിന്നെ അപമാനിച്ചവരുടെ മധ്യത്തില് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇയ്യോബ് വളരെ യഹോവ ഭക്തനായിരുന്നു എന്ന നമുക്ക് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇയ്യോബ് ഒരു യഹോവ ഭക്തനായിരുന്നു. എന്നാൽ ഇയ്യോബിൻ്റെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തത് മൂലം, ദൈവത്തിൻ്റെ പാതയിലൂടെ അവൻ സഞ്ചരിച്ചത് മൂലം, ദൈവഭക്തനായി അവൻ ഇരുന്നത് മൂലം അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നന്മയല്ല സംഭവിച്ചത്. അവൻ്റെ ജീവിതത്തിൽ പല തിന്മകൾ പലതും നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അടിക്കടി അവൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിച്ചു. അടിക്കടി അവൻ്റെ സമ്പാദ്യത്തിൽ നഷ്ടങ്ങൾ വരുവാനിടയായി തീർന്നു. എന്നാലും യഹോവ ഭക്തനായ ഇയ്യോബ് ഹല്ലേലൂയ ദൈവത്തെ തള്ളിപ്പറയുവാനിടയായി തീർന്നില്ല. താൻ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യ പോലും ഹല്ലേലൂയ പറഞ്ഞു, ഇനിയെങ്കിലും ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൂടെ, ഹല്ലേലൂയ നമുക്ക് നന്നായി ജീവിച്ചുകൂടെ എന്നൊക്കെയും ചോദിച്ച സാഹചര്യത്തിലും ഹല്ലേലൂയ ഇയ്യോബ് പറഞ്ഞു, ഹല്ലേലൂയ ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ ഇയ്യോബിനെ നമുക്കറിയാം. അവനൊരു യഹോവ ഭക്തനായിരുന്നു. എന്നാൽ അവൻ നടക്കേണ്ടുന്ന വഴി ഹല്ലേലൂയ ദൈവം അവന് കാണിച്ചു കൊടുത്തു. എന്നാൽ ഹല്ലേലൂയ
ഇയ്യോബിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, അവന്റെ അന്ത്യ സമയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതിന്റെ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ഇയ്യോബിനെ അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടതിനെ ചൊല്ലി നാം വേദനിക്കരുത്, നഷ്ടപ്പെട്ടു പോയതിനെ ചൊല്ലി നാം പരിഭവിക്കരുത്, നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് നാം പിറുപിറുക്കരുത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വഴി തെരഞ്ഞെടുത്തുകൊണ്ട്, ദൈവത്തിന്റെ പാതയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ട്, ഹല്ലേലൂയ അതിൽ ആശ്രയം വെച്ചുകൊണ്ട്, ഏത് പ്രതിസന്ധിയും കഷ്ടത പ്രയാസങ്ങൾ വന്നാലും ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടതിനെ, ഹല്ലേലൂയ നിനക്ക് കൈവിട്ടു പോയതിനെ മടക്കി തരുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്ന ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാ. ഹല്ലേലൂയ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടതിനെ ചൊല്ലി കരയുവാനല്ല, ഹല്ലേലൂയ ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പരിപാലിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമെങ്കിൽ, ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിലെ ചില ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാനിടയായി തീരും. അതുകൊണ്ട് ഹല്ലേലൂയ ആരെങ്കിലും ഇന്ന് ഹല്ലേലൂയ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ലോകപരമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, സന്തോഷകരമായ പാതയിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ അത് പറയുന്നു ലോകത്തിന്റെ വഴിയോ അതിന്റെ അവസാനം മരണ വഴികൾ അത്രയെന്ന്. എന്നാൽ ഹല്ലേലൂയ ഇടുക്കവും ഞെരുക്കവും പ്രയാസങ്ങളുമുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ വഴിയിലൂടെ നാം കടന്നു പോകുമ്പോൾ, ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് കഷ്ടവും നിരാശയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെങ്കിലും അതിന്റെ അന്ത്യത്തിൽ ഹല്ലേലൂയ ദൈവം നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ വഴി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിനെ താണിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.